നമസ്കാരം. ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന പാവങ്ങൾക്ക് വേണ്ടി ഇവിടെ മെഴുകുതിരി കത്തിക്കാനും ഇസ്രായേലിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്താനും ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് ജാഥ നടത്താനുമൊക്കെ എത്രയോ പേരുണ്ട്. അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ എത്ര ലോകരാഷ്ട്രങ്ങളാണ് മധ്യസ്ഥതയുമായി വരുന്നത്. പക്ഷെ നമ്മളെല്ലാവരും തന്നെ അവഗണിച്ച ഒരു മഹാദുരന്തം ഇപ്പോൾ ഒരു ആഫ്രിക്കൻ രാജ്യത്ത് നടക്കുന്നുണ്ട്, സുഡാനിൽ. അവിടെ നടക്കുന്ന ഈ ക്രൂരകൃത്യങ്ങളൊന്ന് ഒത്തുതീർപ്പാക്കണമെന്നോ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്നോ പറഞ്ഞുകൊണ്ട് ഇനിയും ആരും രംഗത്തെത്തുന്നില്ല എന്നുള്ളത് ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കറുത്ത വർഗ്ഗക്കാരനെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായിട്ട് തന്നെയാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി സുഡാനിലെ അവിടുത്തെ ഔദ്യോഗിക സേനയും വിമത വിഭാഗങ്ങളും തമ്മിൽ നിരന്തരമായി ഏറ്റുമുട്ടൽ നടക്കുകയാണ്. റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് എന്ന അവിടുത്തെ വിമത വിഭാഗം കഴിഞ്ഞ ദിവസം സുഡാനിലെ എൽ ഫാഷർ നഗരം പിടിച്ചെടുത്തിരുന്നു. പിന്നീട് അങ്ങോട്ട് അവർ കാട്ടിക്കൂട്ടിയ ക്രൂരകൃത്യങ്ങൾ അത് പറഞ്ഞു കേട്ടാൽ പോലും നമ്മൾ ബോധം പോകുന്ന അത്രയും അവസ്ഥയിലാണ്. അത്ര ക്രൂരമായിട്ടാണ് അവരവിടെ പെരുമാറുന്നത്. ആശുപത്രികളിൽ എത്തിയ ഇവർ അവിടെ കൂട്ടക്കൊല നടത്തി. ഒരൊറ്റ ആശുപത്രിയിൽ തന്നെ 450-ലധികം പേരാണ് കൊല്ലപ്പെട്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയൊക്കെ തന്നെയാണ് ഇവർ പ്രധാനമായും ആക്രമിക്കുന്നത്. സുഡാനിലെ അമൂല്യമായ സ്വർണ്ണഖനികളൊക്കെ ആർക്ക് വേണം എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ അടിസ്ഥാന വിഷയം എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. സുഡാൻ്റെ അധീശത്വം നേടിയിട്ട് വേണം തങ്ങൾക്ക് പലതും നേടാൻ എന്ന ഉദ്ദേശത്തിൽ അവിടുത്തെ വിവിധ വിഭാഗങ്ങൾ തമ്മിലടിക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ നോക്കി നിൽക്കുകയാണ്. ഇതിലാര് വിജയിക്കും എന്ന് നോക്കിയിട്ട് അവൻ്റെ ഭാഗം ചേർന്ന് നിന്ന് അവിടെ നിന്നുള്ള പരമാവധി ധാതുക്കൾ എങ്ങനെ സ്വന്തമാക്കാം എന്നുള്ളത് തന്നെയാണ് ലോകത്തെ വലിയ മുതലാളിത്ത രാഷ്ട്രങ്ങളെന്ന് നമ്മൾ വിളിക്കുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിഭീകരമായ രീതിയിലാണ് ഇവർ ആളുകളെ കൊല്ലുന്നത്. മെഷീൻ ഗണ്ണുമായി ഇറങ്ങി ആളുകളെ ഇവർ തുരുതരെ വെടിവെച്ച് കൊല്ലുന്നു. വെടിവേറ്റ് ആ മനുഷ്യർ വീഴുമ്പോൾ ഈ വെടിവെക്കുന്ന അക്രമി പൊട്ടിച്ചിരിക്കുന്നതും തോക്ക് വീശി അടുത്തേക്കുന്ന സുഹൃത്തിനോട് സന്തോഷം പ്രകടിപ്പിക്കുന്നതും ഈ മൃതദേഹങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് അവർ ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നതൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇവരൊക്കെ മനുഷ്യരാണോ എന്ന് സ്വാഭാവികവും സംശയിക്കുന്ന രീതിയിലാണ് അവിടെ ആക്രമണങ്ങൾ നടക്കുന്നത്. നടക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യൻ ഇഴഞ്ഞു വരുമ്പോൾ അയാളെപ്പോലും അയാൾ 2 കൈയും എടുത്ത് തൊഴിൽ തന്നെ കൊല്ലരുത് എന്ന് പറയുമ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അയാളെയും വെടിവെച്ച് കൊല്ലുന്ന ഈ വിമത വിഭാഗക്കാരനെ നമ്മൾ കാണുന്നുണ്ട്. അവിടുത്തെ ഔദ്യോഗിക വിഭാഗവും വിമത വിഭാഗവും പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ 2 പേരും ഇപ്പോൾ പ്രധാനമായും അവിടെ ആയുധമാക്കുന്നത് അവിടുത്തെ സാധാരണക്കാരായ പാവം മനുഷ്യരെയാണ്, പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും. പുരുഷന്മാരെ മാറ്റി നിർത്തി വെടിവെച്ച് കൊന്നതിന് ശേഷം പിന്നീട് അവർ ചെയ്യുന്നത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക എന്നുള്ളതാണ്. തുടർന്ന് ആ സ്ത്രീകളെ ഇവർ വെടിവെച്ചു കൊല്ലും. അബു ലുലു എന്ന അവരുടെ വിമത നേതാവ് ഈയിടയ്ക്ക് അവകാശപ്പെട്ടത് താൻ 2000-ഓളം പേരെ കൊന്നു തള്ളി എന്നാണ്. ടിക്ടോക്കിലാണ് അയാൾ സന്തോഷിച്ച് ചിരിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇയാളെ പിന്നീട് ഔദ്യോഗിക വിഭാഗം പിടികൂടി ഇപ്പോൾ ജയിലിലാണ്. എങ്കിൽ പോലും ഇതാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഗാസയിൽ പ്രശ്നമുണ്ടായപ്പോൾ അത് ഒത്തുതീർക്കാൻ എത്ര രാജ്യങ്ങളാണ് മുന്നോട്ട് വന്നത്. ഈജിപ്തും ഖത്തറും അമേരിക്കയും എല്ലാം മുന്നോട്ട് വന്നു. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്രായേലിനെതിരെ വലിയ തോതിലുള്ള ചർച്ച സംഘടിപ്പിച്ചു. എല്ലായിടത്തും ഇസ്രായേൽ വിരുദ്ധ റാലികൾ നടത്തി. പക്ഷേ സുഡാന് വേണ്ടി പറയാൻ മാത്രം ആരുമില്ല എന്നുള്ളതാണ് അവസ്ഥ. ഐക്യരാഷ്ട്ര സഭ പോലും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. പല അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും പറയുന്നത് ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ക്രൂരമായ നരഹത്യയാണ് ഇവിടെ നടക്കുന്നത് എന്നാണ്. വംശീയ കൊലപാതകങ്ങൾ തന്നെയാണ് ഇവിടെ അരങ്ങേറുന്നത്. ആളുകളെ മൃഗങ്ങളെക്കാൾ നികൃഷ്ടമായി കണക്കാക്കി അത്രയും ഭീകരമായ രീതിയിലാണ് ഇവിടെ കൊന്നുകൊള്ളുകയും അവർക്ക് അംഗവൈകല്യം വരുത്തുക തന്നെ ചെയ്യുന്നത്. ആളുകൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലാണ്. എങ്ങോട്ട് ഓടിച്ചെന്നാലും അവിടെയെല്ലാം അവർ നേരിടുന്നത് ഈ ആക്രമണമാണ്. അഭയാർത്ഥി ക്യാമ്പുകളിലെല്ലാം ഈ വിമത വിഭാഗക്കാരെത്തി അവിടം ആക്രമിക്കുകയും അവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും പുരുഷന്മാരെ കൊന്നുകളയുകയും ചെയ്യുന്നു. കുട്ടികളെ യാതൊരു ദയവും മര്യാദയും ഇല്ലാത്ത രീതിയിൽ കൊന്നുകൊള്ളുന്നതും ഇവരുടെ സ്ഥിര രീതിയാണ്. അച്ഛനമ്മമാരുടെ മുന്നിൽ വെച്ച് മക്കളെ കൊല്ലുക, ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെ മുന്നിൽ വെച്ച് അവരുടെ വീട്ടമ്മമാരെ ബലാത്സംഗം ചെയ്യുക തുടങ്ങിയിട്ടുള്ള അതിക്രൂര കൃത്യങ്ങളാണ് അവിടെ നടക്കുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങൾ ആദ്യകാലങ്ങളൊക്കെ തന്നെ പലരും ഇത് കണ്ടില്ല എന്ന് അടിച്ചുവെങ്കിലും ഇപ്പോൾ എല്ലാവരും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്നൊരു പ്രതികരണം ഉണ്ടാകുന്നതേയില്ല. ഐക്യരാഷ്ട്ര സഭ ഒരു കാലത്ത് ലോകത്ത് എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊക്കെ സജീവമായി ഇടപെടുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് നമുക്ക് നന്നായിട്ടറിയാം. ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ച ഘട്ടത്തിൽ പോലും ഒരു പരിധിവരെ ഹമാസിനെ ഏതാണ്ട് അനുകൂലിക്കുന്ന രീതിയിലാണ് UN സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുട്ടറസ് സംസാരിച്ചതെന്ന് പിന്നീട് ഇസ്രായേൽ പ്രധാനമന്ത്രി വരെ വിമർശിച്ചു. അദ്ദേഹത്തിന് ഹമാസിൻ്റെ സ്വരമാണ് എന്ന് പോലും പറഞ്ഞിരുന്നു. എന്തിനാണ് ഈ ലോകത്ത് ഇത്രയും വലിയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ പൂർവികർ കെട്ടിപ്പടുത്ത് അത് വലിയ
സ്ഥാപനങ്ങളാക്കി മാറ്റിയതെന്ന് സ്വാഭാവികവും നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടി വരും. ഒരു രാജ്യത്ത് പാവം ചോദിക്കാനും പറയാനും ആരുമില്ലാതെ ദാരിദ്ര്യത്തിൻ്റെ മേൽ ദാരിദ്ര്യത്തിൽ കഴിയുന്ന കറുത്തവർഗ്ഗക്കാരായ പാവം മനുഷ്യർ താമസിക്കുന്ന സുഡാനിൽ ഇത്രയും വലിയൊരു അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോഴും ഓരോ ദിവസവും ഇവിടെ കൂട്ടക്കൊല നടക്കുകയാണ്. ആയിരങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ ഐക്യരാഷ്ട്രസഭ പറയുന്നത് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ്. ഇത് തെറ്റാണ്. ആയിരങ്ങൾ തന്നെയാണ് അവിടെ കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. പക്ഷേ ഇവർക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ അല്ലെങ്കിൽ അവിടെ സമാധാനം ഉണ്ടാക്കാൻ ഒരു സമാധാന ദൗത്യസേനയെ നിയോഗിച്ച് ഈ അക്രമികളെ നിലയ്ക്ക് നിർത്താൻ ആരും ഇപ്പോഴും തയ്യാറാകുന്നില്ല. ആഫ്രിക്കക്കാരന് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ മതി, ഇത് അവൻ്റെ തലയിലെഴുത്താണ് എന്ന രീതിയിലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ മഹാപ്രസ്ഥാനങ്ങളും രാജ്യങ്ങളും മുതലാളിത്ത രാജ്യങ്ങളുമൊക്കെ തന്നെ ചിന്തിക്കുന്നത്. ഇതിന് അടിയന്തര പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നാളെ മറ്റ് പല ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും സുഡാൻ്റെ അവസ്ഥ തന്നെ വരും. കാരണം ഈ രാജ്യങ്ങൾക്കെല്ലാം അവർക്ക് സ്വത്തില്ല എങ്കിൽ പോലും അവർക്ക് അവിടെയുള്ളത് അവരുടെ അമൂല്യ ധാതു സമ്പത്താണ്. അത് എങ്ങനെ കൈക്കലാക്കാം എന്ന് മാത്രമാണ് പാശ്ചാത്യ രാജ്യങ്ങളും ലോകത്തെ വൻകിട കോർപ്പറേറ്റുകളൊക്കെ തന്നെ ചിന്തിക്കുന്നത്. ഇവർ തമ്മിലടിച്ച് നശിക്കട്ടെ, അപ്പോൾ നമുക്ക് അവിടേക്ക് കടന്നു കയറി ഇതെല്ലാം സ്വന്തമാക്കി നമുക്ക് നാളെ ഈ അവിടുത്തെ ധാതുക്കളെല്ലാം തന്നെ ഖനനം ചെയ്തെടുത്ത് നമുക്ക് വീണ്ടും വീണ്ടും പണം സമ്പാദിക്കാവുന്നൊരു ചിന്ത തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പലർക്കുമുള്ളത്. ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചില്ലെങ്കിൽ, അതായത് ഈ വിമതന്മാർ നടത്തുന്ന ഈ കൂട്ടക്കൊലയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ അത് ഒരു പക്ഷേ വലിയ തോതിലുള്ള നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത തലത്തിലേക്ക് തന്നെ മാറും എന്നുള്ളതും ഉറപ്പാണ്.